സംസ്ഥാന ബി.ജെ.പിയിലെ ആഭ്യന്തര ചേരിതിരിവിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിലാണ് കേരളത്തിന് പുറത്തുനിന്നുള്ള ദേശീയ നേതാവായ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷപദം നൽകിയത്. കേരളത്തിന് പുറത്തുനിന്നുള്ള എന്നാൽ അതേസമയം തന്നെ കേരളത്തിന് കൂടി സ്വീകാര്യനായ വ്യക്തിയാകണം എന്നത് മാത്രമായിരുന്നു അജണ്ട. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ കടമകൾ പലതും ഉണ്ടായിരുന്നു എങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണേണ്ടിയിരുന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബി.ജെ.പിയിൽ വളർന്നു പടർന്നിരുന്ന പക്ഷം ചേരൽ തന്നെയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ ഈ പക്ഷമെല്ലാം അപ്രസക്തമാകും എന്ന ഒരു കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വത്തിനുമുണ്ടായിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായി എന്ന് പറയാനാകില്ല എങ്കിലും പ്രത്യക്ഷത്തിലെ പോർവിളികൾക്കെല്ലാം തന്നെ ശമനമുണ്ടായി. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവിൽ ബി.ജെ.പിക്ക് ഭാവി ശുഭമാകുന്ന പലതും സംഭവിച്ചു. എങ്കിലും മുൻ സംസ്ഥാന അധ്യക്ഷൻ കേവലം അപ്രസക്തനായി പോകുന്ന കാഴ്ചയായിരുന്നു പിന്നീടുണ്ടായത്. ഇതിന് ഉദാഹരണമാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവി കെ സുരേന്ദ്രനിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കൈയേൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ പദവികളിലും അടിമുടി മാറ്റം വരുത്തിയത്. പാർട്ടിയുടെ മാധ്യമസെൽ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള പദ്ധതിയുടെ ഭാഗമായി ജന്മഭൂമി ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന എസ് സന്ദീപിനെയായിരുന്നു സംസ്ഥാന മീഡിയ കൺവീനറായി നിയമിച്ചിട്ടുണ്ടായിരുന്നത്. മുൻപ് സുരേന്ദ്രൻ പക്ഷത്തെ സുവർണകുമാറായിരുന്നു മീഡിയ കൈകാര്യം ചെയ്തിരുന്നത്. രംഗത്ത് അദ്ദേഹത്തിന് സജീവത ഇല്ല എന്നും അതിനുമുപരി മാധ്യമപ്രവർത്തകരിൽ ചിലരെ വാർത്തയുടെ പേരിൽ വിരട്ടിയതായും ആരോപണമുണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതിന് പകരം അവരെ അകറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നും പരമ്പരാഗത മാധ്യമങ്ങളോട് കാട്ടുന്ന അടുപ്പം നവമാധ്യമങ്ങളുമായി പുലർത്താനായില്ല എന്നുമായിരുന്നു സുവർണകുമാറിന്റെ പോരായ്മയെന്ന് ചില നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ നയപരിപാടികൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നതിലും പരാജയമായിരുന്നുവെന്നും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ചില വാർത്തകൾ പാർട്ടിയിലെ ചിലരുടെ ഇംഗിതത്തിനൊത്ത് ചില മാധ്യമപ്രവർത്തകരിലൂടെ പുറത്ത് എത്തിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത ചില ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരെയുണ്ടായിരുന്നു. ജന്മഭൂമി ഡൽഹി ചീഫായിരുന്ന മാധ്യമപ്രവർത്തകൻ സന്ദീപ് കളത്തിലിറങ്ങുന്നതോടെ ഇനി മാധ്യമങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാൻ വഴിയൊരുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷമുള്ള ആദ്യ നിയമനമായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. വിവിധ പാർട്ടി ഘടകങ്ങളുമായി പിണങ്ങുകയും തർക്കത്തെ തുടർന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്ത് പുറത്തു നിൽക്കുന്ന നേതാക്കൾക്ക് ബി.ജെ.പി പാർട്ടി ചുമതല നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയവരെയടക്കം ഉൾക്കൊള്ളിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ നീക്കം. സംസ്ഥാന തലം മുതൽ നിയോജക മണ്ഡലം വരെ തഴയപ്പെട്ടതും പിണങ്ങി നിൽക്കുന്നതുമായ 500ഓളം നേതാക്കളുണ്ട്. 30-ലേറെ മുൻ ജില്ലാ പ്രസിഡന്റുമാർ പോലും ഭാരവാഹിത്വമൊന്നുമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. ചില ജില്ലകളിൽ ഇങ്ങനെയുള്ളവർ ഫൗണ്ടേഷനുകളും കൂട്ടായ്മകളും രൂപവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചവർ പോലും പുറത്താണ്. നേരത്തെ ഉണ്ടായിരുന്നതിന് തത്തുല്യമായ ഭാരവാഹിത്വം നൽകാനായില്ല എങ്കിലും ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനാണ് നിലവിലെ തീരുമാനം. 5 ജില്ലകൾ ചേർത്തുണ്ടാക്കുന്ന മേഖലാ കമ്മിറ്റികളിലും മറ്റും ഇവരെ ഉൾപ്പെടുത്തുമെന്നാണ് നിലവിലറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പുറത്തു നിൽക്കുന്നവരെല്ലാം തന്നെ പാർട്ടിയിൽ കൊണ്ടുവരണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. ഇത്തരം ആളുകളെ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. എന്നാൽ ചില ജില്ലാ പ്രസിഡന്റുമാരും മേഖലാ സംഘടനാ സെക്രട്ടറിമാരും ഇതിന് പ്രതിരോധം തീർക്കുന്നുമുണ്ട്. ചില സംഘടനാ സെക്രട്ടറിമാർക്കെതിരെ നേതൃത്വത്തിന് പരാതി പോയിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ബി.ജെ.പി തയ്യാറാക്കിയ മാർഗരേഖയിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും എന്തെങ്കിലും ചുമതലയുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നഗരസഭ, പഞ്ചായത്ത്, 5 വാർഡുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾ, വാർഡ്, ബൂത്ത്, ഒരു കൂട്ടം വീടുകൾ എന്നിങ്ങനെ തരം തിരിച്ചുകൊണ്ട് പ്രാദേശിക നേതാക്കൾക്കെല്ലാം തന്നെ ചുമതല നൽകാനാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷം കെ സുരേന്ദ്രന്റെ ഭരണകാലത്തെ അദ്ദേഹം നടപ്പാക്കിയ എല്ലാ നിയമങ്ങളും പൊളിച്ചെഴുതുകയാണ്. അക്ഷരാർത്ഥത്തിൽ കെ സുരേന്ദ്രന് തന്നെയാണ് ഇത് വലിയ തരത്തിലുള്ള വിലങ്ങുതടിയാകുന്നതും വെല്ലുവിളിയാകുന്നതും. കെ സുരേന്ദ്രൻ അഥവാ ഇതുവരെ ഉണ്ടായിരുന്ന സംസ്ഥാന നേതൃത്വം മനഃപൂർവ്വം തള്ളിക്കളഞ്ഞതോ മറന്നുപോയതോ ആയ ചിലരെയെങ്കിലും ഓർത്തെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇത് അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ കൂടെ കൂടുന്നതോടെ ഇതുവരെയുള്ള ബി.ജെ.പിയുടെ വോട്ടിൽ സാരമായ തന്നെ വർധനവുണ്ടാകും. അതുവരെ ബി.ജെ.പിക്ക് പുറത്തു നിന്നിരുന്ന ഇത്തരം നേതാക്കൾക്കെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതോടെ ബി.ജെ.പിയുടെ കരുത്ത് ഇരട്ടിയാകാനും സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ബി.ജെ.പിയിലുണ്ടായിരുന്ന പക്ഷപാതവും ചേരിതിരിവിനെല്ലാം തന്നെ ശമനമാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരേ തീരുമാനത്തോടുള്ള രണ്ട് പക്ഷവും ഉണ്ടാകാനുള്ള സാധ്യതയും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തു തന്നെയാണെങ്കിലും ലക്ഷ്യം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ ഓളമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന മേഖലകളിലെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30% വോട്ട് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം. അതിനുള്ള ചവിട്ടുപടികളായി മാത്രമാണ് ഇവയെല്ലാം തന്നെ വിലയിരുത്താനാവുക.